13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കോഡെക്സ് ഗിഗാസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിഡീവൽ മാനുസ്ക്രിപ്റ്റ് ആണ് കോഡെക്സ് ഗിഗാസ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ പുസ്തകത്തിന് ഏകദേശം 3 അടിയോളം ഉയരവും 75 കിലോയോളം ഭാരവുമുണ്ട്. അതായത് ഏകദേശം ഒരു മനുഷ്യന്റെ അത്ര തന്നെ ഭാരമുണ്ടെന്നാണ് പറയുന്നത്. ഈ പുസ്തകം നിർമ്മിക്കാൻ 160ഓളം മൃഗങ്ങളുടെ ത്വക്ക് വരെ ഉപയോഗിച്ചു എന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഇതൊരു ബൈബിൾ അല്ല, ഇതിൽ ചരിത്രത്തിൽ ഡീമൺ വർഷിപ്പ്, മെഡിക്കൽ നോട്ട്സ്, പിന്നെ ചില മിസ്റ്ററി റൈറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 577ാമത്തെ പേജ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു വലിയ ചെകുത്താൻ നമ്മളെ നോക്കി ചിരിക്കുന്നത്. കോഡെക്സ് ഗിഗാസിന് ഒരു ഡെവിൾസ് ബൈബിൾ എന്ന് പറയുന്നതിന്റെ ഉത്തരം പറയാം. ഈ പുസ്തകത്തിൽ 577ാമത്തെ പേജിൽ ഒരു ഡെവിളിന്റെ വലിയൊരു ഇമേജ് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിഡീവൽ കാലത്ത് സാധാരണ ഡെവിളിന്റെ ഫോട്ടോസ് ഒക്കെ പോർട്രേറ്റ് ചെയ്യുന്നത് വളരെയധികം കുറവായിരുന്നു. പക്ഷേ ഈ പുസ്തകത്തിൽ വളരെ ഭീമമായ ഒരു ഡെവിളിന്റെ ഫോട്ടോയാണ് പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം വളരെയധികം ഭയാനകമാക്കുന്നത്. 13-ാം നൂറ്റാണ്ടിലെ ബോമിയ, യൂറോപ്പിൽ അന്ധവിശ്വാസവും ഭയവും പടർന്നിരുന്ന ഒരു കാലം. ഒരു ചെറിയ മൊണാസ്ട്രിയിൽ അവൻ ജനിച്ചു. ചരിത്രം ശരിക്കും അവന്റെ ഒരു പേര് പോലും സൂക്ഷിച്ചിട്ടില്ല. പക്ഷേ അവൻ ചെയ്ത പ്രവൃത്തി കാരണം ഇന്നും അവൻ എല്ലാവരുടെ മനസ്സിലും ജീവിച്ചിരിപ്പുണ്ട്. ഒരു ദിവസം ഈ മോങ്ക് ആ ചർച്ചിലെ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ തെറ്റ് എന്തായിരിക്കും? ചിലപ്പോൾ ഇനി എന്തെങ്കിലും ഫോർബിഡൻ നോളജ് തിരക്കി പോയതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാർക്ക് റിച്വൽസ് എന്തെങ്കിലും പുള്ളി അറ്റംപ്റ്റ് ചെയ്ത് കാണും, അതോ ഈ ചർച്ചിന് അഗെയിൻസ്റ്റ് എന്തെങ്കിലും പുള്ളിക്കാരൻ പ്രവർത്തിച്ചോ എന്നും നമുക്കറിയില്ല. എന്തായാലും ആ തെറ്റ് എന്താണെന്ന് ഒരു രേഖകളിലും കണ്ടെത്താനായിട്ടില്ല. പണിഷ്മെന്റ് ഭീകരമായിരുന്നു. അവനെ ജീവനോടെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഇട്ട് അടച്ച് ജീവനോടെ തന്നെ മരിക്കാൻ വിധിച്ചു. ആ മനുഷ്യൻ പതുക്കെ ഇരുട്ടിനുള്ളിൽ മരിച്ചു പോകുമായിരുന്നു. ആ രാത്രി അവൻ ആ മോങ്കിനോട് ചോദിച്ചു, ഒരു അവസാന അവസരം തരാമോ എന്ന്. അവൻ മോങ്കിന്റെ ലീഡറിനോട് ഒരു ഡീൽ പറഞ്ഞു. ആ രാത്രി കൊണ്ട് മനുഷ്യന്റെ അറിയാന്നുള്ളതായിട്ടുള്ള എല്ലാ അറിവും, ലോകത്തിലുള്ള എല്ലാ അറിവും കൂടെ ഒരു പുസ്തകമാക്കി എഴുതാമെന്ന് പറഞ്ഞു. ലീഡർ ചിരിച്ചു, കാരണം അത് ഇമ്പോസിബിൾ ആയിരുന്നു. അത്ര വലിയൊരു പുസ്തകം അവനെ ജീവിതകാലം കൊണ്ട് പോലും എഴുതാൻ പറ്റില്ല എന്ന് പരിഹസിച്ച് ലീഡർ വിട്ടു. പക്ഷേ മോങ്കിനെ ഇൻസിസ്റ്റ് ചെയ്തു. അങ്ങനെ ആ മോങ്കിന് ഒരു അവസരം കൂടെ ലഭിച്ചു. രാത്രിയുടെ യാമങ്ങളിൽ ആ മോങ്ക് ആ പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ എഴുതി 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 പാതിരാത്രിയായി. എഴുതി വന്നപ്പോഴത്തേക്കും മോങ്കിനെ മനസ്സിലായി, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ഈ പുസ്തകമെന്ന്. അവന് ഒരു നിവൃത്തിയുമില്ലായിരുന്നു. അങ്ങനെ ആ മോങ്ക് വിളിച്ചു, ദൈവത്തിനെയല്ല, സാക്ഷാൽ ലൂസിഫറിനെ തന്നെ ആ മോങ്ക് വിളിച്ചു. പകരം തൻ്റെ ആത്മാവ് പകരം നൽകാമെന്നൊരു ഡീൽ ഉണ്ടാക്കി ലൂസിഫറുമായിട്ട്. അങ്ങനെ രാവിലെ അവൻ ഉറക്കമെണീറ്റപ്പോഴത്തേക്കും ഈ ഒരു പടുകൂറ്റൻ പുസ്തകം തയ്യാറായി. പക്ഷേ എക്സ്പേർട്സ് പറയുന്ന ഒരു കഥ വേറെയാണ്. അതായത് ഈ പുസ്തകം ഹാൻഡ് റൈറ്റിംഗ് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്തെന്നാൽ ഈ പുസ്തകം ഒരാൾ തന്നെയാണ് എഴുതിയത്. ആൻഡ് ഈ പുസ്തകം എഴുതാൻ വേണ്ടി ഏകദേശം 20 മുതൽ 30 വർഷം വരെ അന്നത്തെ കാലയളവിലെ ടെക്നോളജി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേണമെന്നാണ് ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും വാദിക്കുന്നത്. എന്തായാലും ഇത് ഒറ്റ രാത്രി കൊണ്ട് എഴുതാൻ പറ്റിയൊരു പുസ്തകമല്ല എന്നാണ് ഇപ്പോഴും ഹിസ്റ്റോറിയൻസ് വാദിക്കുന്നത്. സോ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല. സ്റ്റിൽ ഒരു മിസ്റ്ററിയാണ്. എവിടെയാണ് കോഡെക്സ് ഗിഗാസ് ഇപ്പോൾ ശരിക്കും കോഡെക്സ് ഗിഗാസ് സൂക്ഷിച്ചിരിക്കുന്നത് സ്വീഡനിലെ നാഷണൽ ലൈബ്രറിയിലാണ്. 1648 യുദ്ധം ബോമിയയിൽ ആയപ്പോഴത്തേക്കും ഈ പുസ്തകത്തിനെ സ്വീഡനിലേക്ക് മാറ്റി. ഇന്നും ഈ ഒരു പുസ്തകം രഹസ്യമാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പുസ്തകം ശരിക്കും ലൂസിഫർ എഴുതിയതായിരിക്കുമോ, അതോ ഇതെല്ലാം ഒരു ചരിത്രത്തിന്റെ കെട്ടുകഥയായിരിക്കുമോ? നിങ്ങളുടെ ഈ അഭിപ്രായമായ കമന്റ്സ് രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.